ശങ്കര, എടാ ശങ്കര, ഒന്ന് നില്ലടാ. താനിത് എങ്ങോട്ടായി ഓടുന്നേ? രാമൻ ചേട്ടനോ? ഞാൻ കണ്ടില്ല. കണ്ണില് ഈയിടെയായി ഈ ഐ ഫ്ലോട്ടറുകൾ ഒരുപാട് വരുന്നു. അതുകൊണ്ട് നല്ല വെയിലത്തോട്ട് നോക്കിയ ശരിക്ക് കാണത്തില്ല. അല്ലാതെ ചേട്ടനെ കണ്ടോണ്ട് ഒഴിഞ്ഞു പോയതല്ല. പിന്നെ മനസ്സ് നിറയെ പ്ലോട്ടുകളാ. ചേട്ട എഴുതാനുള്ള രചനകളുടെ പ്ലോട്ടുകൾ, കഥാതന്തുക്കൾ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോ പലപ്പോഴും ആബ്സെന്റ് മൈൻഡഡ് ആയി പോകും. ക്ഷമിക്കണം കേട്ടാ. ഓ, അത് സാരമില്ല. കണ്ണിൽ പ്ലോട്ടറുകളും മനസ്സിൽ പ്ലോട്ടുകളും. ഞാൻ അതിലെ പ്രാസമോർത്ത് നിന്ന് പോയതാ. അല്ല, എന്തുവാ ഈ സഞ്ചിയില്? ഇതെന്താ ആകൃക്കച്ചവടം വല്ലതും തുടങ്ങിയാ നീ? പഴഞ്ചൻ പുസ്തകങ്ങൾ ഒരുപാടുണ്ടല്ലോ. വീട് ക്ലീനിങ്ങോ മറ്റോ ആണോ? അതങ്ങനെ പബ്ലിക്കായി ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. രാമൻ ചേട്ടനോടായതുകൊണ്ട് തുറന്നു പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം. അതും ഓക്കെ. എനിക്കൊരു 200 രൂപ തരാനുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയതായിരിക്കും. ആയിരിക്കാം, അല്ല വിട്ടുപോയി. ചേട്ടൻ ഇത് കണ്ടോ? എന്തോന്ന്? എന്റെ 27ാമത്തെ പുസ്തകമാണ്. അടുത്ത ആഴ്ച റിലീസ്. പുതുപുത്തൻ പുസ്തകം. ആദ്യ കോപ്പി ചേട്ടനിരിക്കട്ടെ. ഇതിന്റെ വില 250 രൂപയാ. ചേട്ടന് 200 രൂപയ്ക്ക് തരുന്നു. അപ്പൊ കടം തീർന്നേ. എടേ, ഇവിടെ 2 ചായ ഡബിൾ മധുരത്തിൽ. അതൊരു ടെക്നിക്കാ. നല്ല പോലെ പഞ്ചസാര ശരീരത്തിലോട്ട് ചെന്നാലേ എഴുത്ത് മുറുകൂ. നമുക്ക് ഈ ഐഡിയാസ് വരുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ എഴുത്തുകാർക്ക് മാത്രം അറിയാവുന്ന ചില ടെക്നിക്കുകളാണ്. പുസ്തകത്തിന്റെ പേര് കലക്കി. ആത്മനൊമ്പരത്തിലെ വ്രണങ്ങൾ. കലക്കിയില്ലേ? ഏത് കലക്കി? കലക്കി. സാഹിത്യത്തിലെ വ്രണം ആകാതിരുന്നാ മതി. അല്ല, എന്താ പറഞ്ഞ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ആധാരമെഴുത്ത് കട നടത്തിക്കൊണ്ടിരുന്ന താൻ എങ്ങനെയാ ഈ സാഹിത്യകാരനായതെന്ന്. അതും 27 പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എല്ലാം നോവലാണോ അതോ ലേഖന സമാഹാരങ്ങൾ, കവിതാ സമാഹാരങ്ങൾ ഒക്കെ ഉണ്ടോ? തൽക്കാലം നോവലുകളാ. അതാ കുറച്ചുകൂടി എളുപ്പം. ആദ്യകാലത്ത് എഴുതിയ പുസ്തകങ്ങളാണ് ഈ പഴകി ദ്രവിച്ച് സഞ്ചിയിലിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഈ പുത്തൻ എഴുത്തുകാരുടെ മറ്റൊരു ടെക്നിക്കാ. ചേട്ടൻ കുറച്ചുകൂടെ അടുത്തോട്ടിരുന്നേ. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. എന്താന്ന്? റിട്ടയർ ചെയ്ത് കഴിയുമ്പോ പ്രയോജനപ്പെടും. ഞാൻ ഇവിടെ ഇരുന്നോളാം, താൻ പറ. ഒരു കാര്യം പറയട്ടാ. ഇതെല്ലാം ഒരു 30-40 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട മലയാള ഇംഗ്ലീഷ് നോവലുകളും നാടകങ്ങളും കഥകളും ഒക്കെയാ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ഓടിച്ചു വായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും കേട്ടിട്ടില്ലാത്ത കൃതികളായിരിക്കണം. ശരി, എന്നിട്ട്? ഉദാഹരണത്തിന് ഈ നാടകം പുസ്തകത്തിന്റെ താളൊക്കെ ദ്രവിച്ചിരിക്കുന്നത് കാരണം സൂക്ഷിച്ചു വേണം താളൊന്നു മറിക്കാൻ. മൊത്തം പൊടിയോ? നോക്കിക്കേ, നാടകത്തിന്റെ പേര് സൈമൺ. വെട്ടി. എന്ത് വെട്ടി? ആ പേര് വെട്ടി. അത് പിന്നെ അവസാനം നമ്മൾ പുതിയ പേരിടും. ആത്മനൊമ്പരത്തിന്റെ കറക്റ്റ് വ്രണങ്ങൾ. ചേട്ടൻ പഠിച്ചു. നല്ല ഹൃദയത്തിൽ തട്ടുന്ന ടൈറ്റില്. നോക്കിയേ, ഈ നാടകം തുടങ്ങുന്നത് ഒരു കിണറിന്റെ കരയിലാണ്. നമ്മളത് ക്ഷേത്രക്കുളമാക്കി മാറ്റി എഴുതും. ഫസ്റ്റ് ഡയലോഗ്: ഇന്നലത്തെ കൂടാരത്തിരുന്നാൾ കേമമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റി ഇന്നലത്തെ പൂജാകർമ്മങ്ങൾ കേമമായിരുന്നു എന്നെഴുതും. അങ്ങനെ സിമ്പിളായി കഥാപാത്രങ്ങളുടെ പേര് മാറ്റി, സന്ദർഭം മാറ്റി, മനസ്സ് അധികം പുണ്ണാക്കാതെ ഒരു 15-20 മണിക്കൂർ കൊണ്ട് ഒരു 250 പേജ് നോവൽ എഴുതി തീർക്കും. ചേട്ടൻ എന്താ മിഴിച്ചിരിക്കുന്നേ? സിമ്പിൾ, സോ സിമ്പിൾ. അല്ല, ഇതെങ്ങനെ വിൽക്കും? അത് പരിചയക്കാർക്കെല്ലാം പോസ്റ്റിലും അതല്ലാതെ നേരിട്ടും ഒക്കെ അങ്ങ് കൊടുക്കും. പൈസ UPI ചെയ്ത് വാങ്ങും. 250 കോപ്പി വിറ്റ ലാഭം. അത്രേ അടിക്കൂ. എങ്ങനുണ്ട്? ഈ പഴയ ബുക്കൊക്കെ എവിടെ നിന്ന് കിട്ടും? ലൈബ്രറിയിൽ നിന്ന് എടുക്കാമല്ലോ. അത് ഈ വഴിയരികിൽ പഴയ പുസ്തകം വിൽക്കുന്നിടത്ത് നിസ്സാര വിലയ്ക്ക് കിട്ടും. ഗംഭീരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൂടുതൽ ഇരുന്നായി എനിക്കും എഴുതാൻ മുട്ടിയാലോ. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന ബിജു മാത്യു.